പള്ളിയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഹാളിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ പള്ളിയിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ഹാളിലേക്ക്. നല്ല വെയിലായിരുന്നു, അത് കാരണം നല്ല ദാഹം ഉണ്ടായിരുന്നു. നമ്മൾ വേഗം ചെന്ന് വെൽക്കം ഡ്രിങ്കിൻ്റെ അവിടേക്കാണ് കേട്ടോ. അവിടെ ഷമാമ്, മാംഗോ, വാട്ടർമെലനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മാംഗോ ആണ്. അത് കാരണം ഞാൻ മാംഗോ തന്നെ കുടിക്കുകയുള്ളൂ. എത്ര കുടിച്ചാലും എനിക്ക് മാംഗോ മടുക്കില്ല. ആ ഒരു വെൽക്കം ഡ്രിങ്ക് കുടിച്ചതിന് ശേഷമാണ് ഒന്ന് സമാധാനമായത്. അത്ര ചൂടുണ്ടായിരുന്നു. തലേദിവസമൊക്കെ മഴയുണ്ടായിരുന്നു, പക്ഷേ ഒരു കാര്യമില്ല, എന്നാൽ ചൂടുണ്ടായിരുന്നു. ഒരു കണക്കിന് മഴ പെയ്യുന്നേക്കാൾ നല്ലത് ഈ സമയത്ത് വെയിൽ തന്നെയാണ്. അലിഞ്ഞു പൊളിഞ്ഞ് കയറേണ്ടല്ലോ ഒരു പരിപാടിക്ക്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ പേസ്ട്രീസും ഐസ്ക്രീം കൗണ്ടേഴ്സും ഫുഡ് കൗണ്ടേഴ്സും ഒക്കെ ഓപ്പൺ ആയിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ കുട്ടാപ്പനും ലൂക്കിക്കും പേസ്ട്രീസും വേണം, ഐസ്ക്രീമും വേണം. നമ്മുടെ എല്ലാവരും അനീറ്റാനും ജിജോനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം അനീറ്റ മന്ത്രം കൂടി ചേഞ്ച് ചെയ്യാനായിട്ട് പോയേക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടികൾ. സ്റ്റേജിലേക്കുള്ള അവരുടെ ഒഫീഷ്യൽ എൻട്രി ഭയങ്കര ക്യൂട്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു രണ്ടുപേരെയും കാണാനായിട്ട്. ഇനി സ്റ്റേജിൽ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്, അതെല്ലാവർക്കും അറിയുന്നതാണ്. അതായത് ലാമ്പ് ലൈറ്റിംഗ് ഉണ്ട്, കേക്ക് കട്ടിങ് ഉണ്ട്, വൈൻ ടോസ്റ്റിംഗ് ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ കാണാം കേട്ടോ. ജീവിതത്തിൽ ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് മധുരം കൊടുക്കൂ. സ്റ്റേജിൽ ഇനി നമുക്ക് ചടങ്ങുകൾ ബാക്കിയുണ്ട്. മാല ഇടണം. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ബൊക്കെ എക്സ്ചേഞ്ച് ചെയ്യൽ. അപ്പോൾ അതൊക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അവിടെ MC ഉണ്ടായിരുന്നു. അങ്ങനെ പരിപാടികളൊക്കെ സ്റ്റേജുമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. നമ്മുടെ താലിക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സിന്ദൂരം ചാർത്തൽ. അപ്പോൾ അതും നമുക്ക് സ്റ്റേജുമ നടക്കുന്നുണ്ട്. നമുക്കത് കാണാം കേട്ടോ. Beautifully done, right? Yes, yes. അവിടെ ഗംഭീരമായിട്ടുള്ള പരിപാടികളൊക്കെ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടാപ്പൂൻ്റെയും ലൂക്കേൻ്റെയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഫോട്ടോഗ്രാഫറിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടാപ്പൂൻ്റെയും ലൂക്കേൻ്റെ ഒക്കെ ഫോട്ടോസും കോസ്റ്റ്യൂമും ഒക്കെ കിടുക്കാച്ചി ആയിട്ടില്ലേ? അതാണ് ഞാൻ സംഭവത്തിൻ്റെ സമയത്ത് പറഞ്ഞത്, നമ്മൾ 2 കുട്ടീസിനെ നമ്മൾ കല്യാണത്തിന് കിടുക്കനായിട്ടാണ് കൊണ്ടുവരാമെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ സംഭവത്തിന് ഭയങ്കര സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കുട്ടാപ്പും ലൂക്കും ശരിക്കും ക്ഷീണിച്ചിട്ടുണ്ട് ഡാൻസ് കളിച്ചിട്ട്. കുട്ടാപ്പ് പാട്ട് കേട്ട എവിടെയായാലും തുള്ളിക്കോളും. ഇപ്പോൾ ലൂക്കിയും അവൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ആദ്യമൊക്കെ ലൂക്കിക്ക് കുറച്ച് മടിയായിരുന്നു. ഇപ്പോൾ ലൂക്കിയും അവൻ്റെ കൂടെ നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡാൻസ് പെർഫോമൻസ് കുട്ടാപ്പും ലൂക്കിയും ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിള്ളേർക്കൊക്കെ ഫുഡ് കഴിച്ച് വന്ന് പിന്നെ ഏകദേശം ഫങ്ഷൻസൊക്കെ അവസാനിക്കുന്ന സമയമായിരുന്നു. ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫാമിലീസും പിന്നെ അവർ രണ്ടുപേരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹാളിലത്തെ പരിപാടിയും ഫിനിഷ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെക്കൻ്റെ വീട്ടിലാണ് ബാക്കി പരിപാടികളുള്ളത്. ചെക്കനെയും പെണ്ണിനെയും കുരിശ് വരച്ച് മാലയിട്ട് പെൺകുട്ടിയുടെ കയ്യിൽ തിരിയൊക്കെ കൊടുത്ത് നമ്മൾ അകത്ത് കയറ്റുന്ന ചടങ്ങ്. അങ്ങനെ ജിജോൻ്റെ അമ്മ വന്ന് രണ്ടുപേരെയും കുരിശൊക്കെ വരച്ച് കൊന്തൊക്കെ ഇടിയിച്ച് അകത്തേക്ക് കയറ്റാണ്. അപ്പോൾ ജിജോന് മാലയിട്ടു. അപ്പോൾ അനീറ്റയ്ക്ക് കുരിശ് വരയ്ക്കുകയാണ്. അപ്പോൾ പെണ്ണിന് മാലയിട്ടോട്ടെ ചെക്കൻ മാലയിട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇവർക്ക് കുരിശ് വരച്ച് കൊന്തയിട്ട് കൊടുക്കണത്. അത് കഴിഞ്ഞിട്ട് അനീറ്റയുടെ കയ്യിൽ തിരി കൊടുത്ത് അകത്തേക്ക് കയറ്റും. അങ്ങനെ തിരി കൊടുത്ത് കയറ്റുന്നത് ജിജോൻ്റെ പെങ്ങളും മൂത്ത പെങ്ങളും അളിയനാണ്. അങ്ങനെ രണ്ടുപേരും വലതുകാല് വെച്ച് കയറിയിട്ടുണ്ട്. അനീറ്റ പുതിയൊരു വീട്ടിലേക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കയറിയതിന് ശേഷം പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അനിയറ്റും ജിജോനും കൂടി എല്ലാവർക്കും സ്തുതി കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഉള്ള ചടങ്ങെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേമ അനീറ്റയുടെ കൈ പിടിച്ച് ജിജോൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ച് കൊടുക്കുകയാണ്. അത് ശരിക്കും നമുക്കൊരു മിക്സ്ഡ് ഇമോഷനായിട്ടുള്ളൊരു ഫീലിംഗാണ്. സന്തോഷവും സങ്കടവും അങ്ങനെ എല്ലാം ചേർന്നിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷേ ഇതെല്ലാ പെൺകുട്ടികളും ഫേസ് ചെയ്യേണ്ട ഒന്നാണ്. അങ്ങനെ മേമ പേപ്പനും ചേർന്ന് അനീറ്റേനെ അമ്മയുടെ കയ്യിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അനീറ്റേനെ നമ്മളിത് അവിടെ ഏൽപ്പിച്ച് കൊടുത്തു. അങ്ങനെ നമ്മൾ സന്തോഷത്തോടു കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാ ചടങ്ങുകളും അവസാനിച്ചു. നമുക്കിനി അടുത്ത